ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. ഈ വീഡിയോ നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് ചിലപ്പോൾ ഒരു ദിവസം രാവിലെ ആയിരിക്കും. മേ ബി വെള്ളിയാഴ്ച ശനിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രിയിലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞത് മിക്കവാറും രാവിലെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഈ ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ എന്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ച് മാത്രമാണ്. ഓക്കെ, പുതിയ ആൾക്കാരെ ഉദ്ദേശിച്ച് മാത്രമാണ്. പഴയ ആൾക്കാർ ഇത് ഒന്നുകിൽ നിങ്ങൾ കാണണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിച്ച് കേൾക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ത്രെഡ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനകത്ത് ഞാൻ കിട്ടും. ഓക്കെ, അതുകൊണ്ട് സഹകരിച്ച് എല്ലാവരും കാണാൻ ശ്രമിക്കുക, മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും നിങ്ങൾ പറഞ്ഞ് എന്താ പറയുന്നത്, മുഷിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ എന്താണ് ATM, ITM, OTM. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അറിയാമായിരിക്കും ATM അറ്റ് ദ മണിയാണ്, ഇൻ ദ മണിയാണ്, ഔട്ട് ഓഫ് ദ മണിയാണെന്നൊക്കെ അറിയാമായിരിക്കും. പക്ഷെങ്കിൽ ഈ സംഭവം എവിടെ, എങ്ങനെ, എപ്പോൾ ഉപയോഗിക്കണമെന്ന് യാതൊരു ധാരണയും ഓൾമോസ്റ്റ് ആൾക്കാർക്കും ഇല്ല. ഈവൻ എക്സ്പീരിയൻസ്ഡുള്ള ആൾക്കാർക്ക് പോലും ഇല്ല. കാരണം അത് എൻ്റെ പ്രശ്നം പറഞ്ഞാൽ നമ്മളതിന് നമ്മളങ്ങനെ നിർബന്ധിതനാകാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടിൻ്റെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ ഫണ്ട് കാണത്തില്ല. അപ്പോൾ ആ ഫണ്ടിനനുസരിച്ച് ഫണ്ട് ഒപ്പിക്കാൻ വേണ്ടിയുള്ള സ്ട്രൈക്ക് തപ്പി നമ്മൾ നടക്കും. മനസ്സിലായി പറഞ്ഞത്? ഇപ്പോൾ ഫണ്ട് ഒപ്പിക്കാനുള്ള സ്ട്രൈക്ക് തപ്പി നടക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നമ്മൾ എപ്പോഴും ഒരു ട്രേഡ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ സ്ട്രൈക്കിൽ എൻട്രി എടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? കൃത്യമായ സ്ട്രൈക്കിൽ നമ്മൾ എൻട്രി എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമുക്ക് ആ എൻട്രി പോയിൻ്റ് മാത്രമല്ല, നമ്മൾ ചൂസ് ചെയ്യുന്ന ആ സ്ട്രൈക്കും കറക്റ്റായിരിക്കണം. എന്നെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ട്രേഡ് 100% വിജയിക്കത്തുള്ളൂ. മനസ്സിലായോ? ഒരുപക്ഷെ നിങ്ങളുടെ എൻട്രി കറക്റ്റ് ആയിരിക്കും, പക്ഷേ നിങ്ങൾ ചൂസ് ചെയ്ത സ്ട്രൈക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ സംഗതി നിങ്ങൾ വിചാരിച്ച പോലെ മാർക്കറ്റ് മേലോട്ട് കയറിപ്പോയാൽ നിങ്ങളുടെ സ്ട്രൈക്കിന് അപ്രീസിയേഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരു ട്രേഡിൽ എൻട്രി എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് ഈ പറയുന്ന സ്ട്രൈക്ക് സെലക്ഷൻ അതിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഓക്കെ, അപ്പം അറ്റ് ദ മണി ഫസ്റ്റ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അറ്റ് ദ മണിയെ പറ്റിയാണ് നമ്മൾ ആദ്യം ചിന്തിക്കാൻ പോകുന്നത്. അറ്റ് ദ മണി. ഓക്കെ, എന്താണ് അറ്റ് ദ മണി, എവിടെയാണ് ഈ സാധനം നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നാണ് ആദ്യം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ATM എന്ന് പറഞ്ഞാൽ അറ്റ് ദ മണി, അതായത് ഒരു ലൈവ് മാർക്കറ്റിൽ ഒരു മാർക്കറ്റ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് NSEയുടെ വെബ്സൈറ്റാണ്. NSEയുടെ ഓപ്ഷൻ ചെയിൻ്റെ വെബ്സൈറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, ഇത് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 23,518 നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ ഈ ചാർട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു സൈഡ് മുഴുവൻ, രണ്ട് സൈഡിലും ഷെയ്ഡഡ് സംഭവങ്ങൾ കാണാൻ പറ്റും ഇല്ലേ? ഈ ഷെയ്ഡഡ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന സ്ഥലം എല്ലാം അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഷെയ്ഡ് ചെയ്തേക്കുന്ന സ്ഥലങ്ങൾക്ക് നടുവിലായിട്ട് വരുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23,550 23,500 കാണാം നിങ്ങൾക്ക്. അപ്പം ഇതിനകത്തിൽ നമ്മൾ എവിടെയാണ് ATM സ്ട്രൈക്കായിട്ട് കണക്കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മാർക്കറ്റ് ക്ലോസ് ചെയ്ത് എത്രയാണ് 23,518. അപ്പം 23,518 ഉണ്ട്. നമ്മുടെ ഈ ഓരോ സ്ട്രൈക്കും 50ൻ്റെ ഗുണിതങ്ങളാണ്. മനസ്സിലാക്കണം, നമ്മൾ 50ൻ്റെ ഗുണം 200, 450, 500, 550, 600 അങ്ങനെയാണ് പോകുന്നത് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഇച്ചിരി കണക്കൂടെ മനസ്സിലാക്കണം. അപ്പോൾ 50ൻ്റെ ഗുണിതങ്ങളായിട്ട് പോകുമ്പം നമുക്ക് ഒരു സ്ട്രൈക്കിനെ എങ്ങനെ ചൂസ് ചെയ്യാം? ഇപ്പോൾ ഇവിടെ 23,518. അപ്പം ഈ 500നും 550നും ഇടയ്ക്കാണ് ഈ 518. അപ്പം ഇതിൻ്റെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 525 മിഡിൽ അല്ലേ? 23,525. അപ്പോൾ 525 താഴെയാണ്. അപ്പോൾ 525 താഴെയാണെന്നുണ്ടെങ്കിൽ അത് ATM ആയിട്ട് കണക്കാക്കുന്നത് എന്തായിരിക്കും? 23,500 ആയിരിക്കും നമ്മുടെ അറ്റ് ദ മണിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. മനസ്സിലായോ? അറ്റ് ദ മണിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് 23,500 ആയിരിക്കും. അപ്പോൾ സപ്പോസ് 23,528 530 ആണെന്നുണ്ടെങ്കിൽ 550 ആയിരിക്കും എന്താ നമ്മളുടെ അറ്റ് ദ മണി.
മനസ്സിലായി? അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഈ ഷെയ്ഡഡ് സ്ഥലമില്ലേ, ഈ ഷെയ്ഡഡ് സ്ഥലം, ഈ ഷെയ്ഡഡ് സ്ഥലത്തിൻ്റെ നേരെ കാണുന്ന, പക്ഷേ അല്ല, അങ്ങനെ അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആകും നിങ്ങൾ. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. കാരണം ഇപ്പോൾ 23,500, 23,550 നമ്മൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചാൽ മതി, 50ൻ്റെ ഗുണിതങ്ങളാണ്. ആ 50ൻ്റെ പകുതി 25-ന് കൂടുതലോ കുറവോ. അപ്പോൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത സ്ട്രൈക്ക്, അല്ല കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴത്തെ സ്ട്രൈക്ക്. അതായിരിക്കും നമ്മുടെ ATM. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നത്. അപ്പം ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും പഴയ ആൾക്കാർക്കൊക്കെ ഇത് ഒരുവിധം അറിയാമായിരിക്കും. പക്ഷേ ഞാൻ പുതിയ ആൾക്കാരെ ഉദ്ദേശിച്ച് മാത്രമാണ് പറയുന്നത്. അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അപ്പം ATM എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ 23,500 നമ്മുടെ നിലവിലെ ATM. ഓക്കെ, അപ്പം ഈ ATM നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എപ്പോൾ ഉപയോഗിക്കണം, അതാണ് നമ്മൾ അടുത്തത്. നമുക്കപ്പോൾ ചാർട്ടിലോട്ട് വരാം. ഇതിപ്പം നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിഫ്റ്റിയുടെ ചാർട്ട് വേണം നമുക്ക്. ഇന്നലെ എക്സ്പയറി അല്ലായിരുന്നു. നമുക്ക് FinNiftyയുടെ ചാർട്ട് എടുക്കാം. FinNiftyയുടെ ചാർട്ട് ഈ കാണുന്നതാണ് FinNiftyയുടെ ചാർട്ട്. ഓക്കെ, നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു എക്സ്പയറി ഡേയിലെ ട്രേഡ് എടുക്കുമ്പോൾ, എക്സ്പയറി ഡേയോ അതിൻ്റെ തലേ ദിവസമോ, ഈ 2 ദിവസവും ശ്രദ്ധിച്ചേക്കണം. നിങ്ങൾ എക്സ്പയറി ഡേ ട്രേഡ് ചെയ്യുവാണെങ്കിൽ, എസ്പെഷ്യലി എക്സ്പയറി ഡേ നിങ്ങൾ ട്രേഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കഴിവതും നിങ്ങൾ ATMൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ATM സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ATM സ്ട്രൈക്കിൽ നമുക്ക് DK കുറച്ച് കുറവായിരിക്കും. ATM സ്ട്രൈക്കിൻ്റെ ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുമെന്ന് എനിക്കറിയത്തില്ല. ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ സ്ട്രൈക്കിൻ്റെ വേഗതയെ തീരുമാനിക്കുന്ന ഒരു പിന്നെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഡെൽറ്റ. അല്ലെങ്കിൽ നമ്മുടെ സ്ട്രൈക്കിൻ്റെ വേഗത, ഒരു ഇൻഡെക്സ് നീങ്ങുമ്പോൾ അതിനനുസരിച്ച് പിന്നെ നമ്മളുടെ പ്രീമിയം മൂവ് ചെയ്യിക്കുന്ന ഒരു അനുപാതം, അതാണ് അതിൻ്റെ കറക്റ്റ് വേർഡ്, ഒരു അനുപാതമാണ് ഈ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ. അത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ ഡെൽറ്റയെപ്പറ്റി ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പ്രീമിയത്തിനെ മൂവ് ചെയ്യിക്കത്തക്ക രീതിയിലുള്ള ഒരു അനുപാതം, അതിനാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പം ATM സ്ട്രൈക്കിൻ്റെ ഡെൽറ്റ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടെന്ന് നോക്കട്ടെ. ATM സ്ട്രൈക്കിൻ്റെ ഡെൽറ്റ എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. അതായത് അര. നിങ്ങളുടെ ബ്രോക്കറിൻ്റെയൊക്കെ ആപ്പിൽ നിങ്ങൾക്ക് പോയി നോക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എത്രയാണ് ഡെൽറ്റ. ഇതിനകത്ത് ഡെൽറ്റ ഉണ്ടോ? ഇതിനകത്തിൽ ഡെൽറ്റ ഇല്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ ബ്രോക്കറിൻ്റെ ആപ്പിൽ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ബ്രോക്കറിൻ്റെ ആപ്പിൽ ഓപ്ഷൻ ചെയ്യുന്നതിനകത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തിൽ കാണും സൈഡിൽ ഡെൽറ്റ. അത് അവിടുത്തെ ഡെൽറ്റ 0.5 ആയിരിക്കും. അപ്പം ഈ 0.5ൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഇൻഡെക്സിനകത്തിലെ സ്ട്രൈക്ക്, ഒരു സ്ട്രൈക്ക് നീങ്ങിയാൽ, ഒരു പോയിൻ്റ് മേലോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീമിയം 50 പൈസ വർദ്ധിക്കും. മനസ്സിലായി? താഴോട്ട് പോയാലും അതുപോലെ തന്നെ, ഒരു പോയിൻ്റ് താഴോട്ട് പോയി കഴിഞ്ഞാൽ 50 പൈസ കുറയും. ഇതാണ് അതിനകത്തിൽ അടിസ്ഥാന തത്വം. ഡെൽറ്റയുടെ അടിസ്ഥാന തത്വം അതാണ്. ഡെൽറ്റ മാക്സിമം 1 ഉള്ളൂ, 1-ൽ കൂടുതൽ ഡെൽറ്റ ഇല്ല. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 0 ആയിരിക്കും ഡെൽറ്റ. അപ്പം ATMയിൽ നിന്ന് ITMലോട്ട് പോകുമ്പം ഓരോ പോയിൻ്റ് കടക്കും തോറും ആ ഡെൽറ്റയുടെ പിന്നെ 0.5, 0.6, 0.7 എന്ന് പറഞ്ഞ് മേലോട്ട് കൂടി വരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ പ്രീമിയം, നിങ്ങളെടുക്കുന്ന സ്ട്രൈക്കിൻ്റെ പ്രീമിയം അതിനനുസരിച്ചായിരിക്കും കൂടുന്നത്. ഇതിൻ്റെ ഗുണിതങ്ങളായിട്ടായിരിക്കും കൂടുന്നത്. അപ്പം ഒരു പോയിൻ്റ് കയറുമ്പം 0.6 ആണെന്നുണ്ടെങ്കിൽ 0.6 കയറും, 0.7 ആണെങ്കിൽ 0.7 കയറും ഒരു പോയിൻ്റ് കയറുമ്പോൾ. അതുപോലെ തന്നെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, താഴോട്ട് കുറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെൽറ്റ 0.5-ൽ നിന്ന് 0.4, 0.3, 0.2 എന്ന് പറഞ്ഞ് താഴോട്ട് വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഔട്ട് ഓഫ് ദ മണി എടുക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ATM എടുത്ത സ്ട്രൈക്ക് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിനനുസരിച്ച് ഡെൽറ്റയും കുറയും. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ പ്രീമിയം കൂടുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഒരു ട്രേഡ് എടുക്കുമ്പം, നമുക്ക് ചാർട്ടിലോട്ട് വരാം. ഒരു ട്രേഡ് എടുക്കുമ്പം നമ്മളിപ്പം ATM സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം 23,443, ഇതിപ്പം FinNifty, ഇന്നലെ എക്സ്പയറി FinNifty ആയിരുന്നു. മാർക്കറ്റ് ഇവിടുന്ന് നോക്കിക്കേ, നിങ്ങൾ ഇവിടുന്ന് പതുക്കെ മാലോട്ട് ഭയങ്കരമായിട്ട് കയറി. ഇപ്പം നിങ്ങളിപ്പം ഇവിടെ ഒരു എൻട്രി എടുത്തെന്ന് വിചാരിച്ചു. നിങ്ങളിപ്പോൾ ഇത് ഇന്നലത്തെ ഓപ്പണിംഗ് ഇവിടെയാണ്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് വന്നതിന് ശേഷം നിങ്ങൾ ഇവിടെ ഒരു എൻട്രി എടുത്ത് വിചാരിച്ചു. ഇവിടെ നിങ്ങളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ 23,300 നിങ്ങളൊരു എൻട്രി എടുത്തു. അപ്പം നിങ്ങൾക്ക് ഇവിടെ എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ATM സ്ട്രൈക്കാണ് ഇല്ലേ? അപ്പം നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? എവിടെയാണോ നിങ്ങൾ എൻട്രി എടുക്കുന്നത് ആ സ്ട്രൈക്ക് നോക്കണം. കഴിവതും നിങ്ങൾ എക്സ്പയറി ഡേ ട്രേഡ് ചെയ്യുമ്പോൾ
നിങ്ങൾ ഒരു 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 പിന്നെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് എവിടെയാണോ നിൽക്കുന്നത് ആ സ്ട്രൈക്ക് വേണം, അതിൻ്റെ അടുത്തുള്ള സ്ട്രൈക്ക് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അതായത് അതായിരിക്കും ATM. മാർക്കറ്റ് നിൽക്കുന്ന സ്ഥലമാണ് ATM. എപ്പോഴും അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മാർക്കറ്റ് എവിടെയാണോ നിൽക്കുന്നത് ആ സ്ട്രൈക്ക് ആയിരിക്കും ATM. ഓക്കെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു? ഇപ്പോൾ നിങ്ങളിവിടെ ഒരു എൻട്രി എടുത്തെന്ന് വിചാരിച്ചോ. ഇപ്പോൾ എത്ര 12,320. അപ്പം ഇപ്പോൾ 23,320. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ 23,300 എടുത്തെന്ന് വിചാരിച്ചു. 23,300 നിങ്ങൾ എടുത്ത ശേഷം മാർക്കറ്റ് ഇവിടുന്ന് മേളോട്ട് പോയി കഴിഞ്ഞാൽ ഇത് 12,300 എടുത്തു. 12,350 താഴെ ഈ ബ്ലൂ ലൈൻ ഇല്ലേ? ഈ 12,350 എത്തിയപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ATM എന്ന് പറയുന്ന സ്ട്രൈക്ക് ITM ആയി, ഇൻ ദ മണിയായി. അപ്പോൾ ഇൻ ദ മണി ആകുമ്പോഴുള്ള ഗുണം എന്തുവാ? അതിൻ്റെ ഡെൽറ്റ എന്തായിരിക്കും? കൂടുതലായിരിക്കും. 0.5 ആയിരിക്കും നമ്മുടെ ATMൻ്റെ ഡെൽറ്റ. അവിടുന്ന് ഈ ITMലോട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെൽറ്റയും അതുപോലെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ കയ്യിലിരിക്കുന്ന സ്ട്രൈക്കിൻ്റെ പ്രീമിയം അതിനനുസരിച്ച് അതിൻ്റെ കൂടുന്നതിൻ്റെ ആ പ്രീമിയം വർദ്ധിക്കുന്ന വേഗത അതുപോലെ തന്നെ കൂടും. അതായത് 0.5 നിന്ന് 0.6 ആയി, 10 പൈസ കൂടി. 10 പൈസ എന്ന് പറയുമ്പം 50 നമ്മുടെ കയ്യിലിരിക്കുന്ന 25 ക്വാണ്ടിറ്റി അല്ലെ 50 ക്വാണ്ടിറ്റി അല്ലെ 100 ക്വാണ്ടിറ്റി അല്ലെ 500 ക്വാണ്ടിറ്റി ആകുമ്പോൾ 10 അല്ലെ 20 പൈസ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഇത് കൂടുന്നത്. മനസ്സിലായി? അപ്പോൾ അതിൻ്റെ ഗുണിതങ്ങൾ കൂട്ടി കൊടുക്കുമ്പോൾ അത് മൊത്തത്തിൽ വരുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് വരും. മനസ്സിലായി ഞാൻ പറയുന്നത്? അപ്പം 0.5ഉം 0.6 തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ക്വാണ്ടിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിനകത്തിൽ പ്രൈസും മേലോട്ട് കൂടും. അപ്പം ഈ 350 ITMലെത്തി. അപ്പോൾ പിന്നെ ഇവിടുന്ന് കൂടും, പിന്നെ ഇവിടുന്ന് പോയി 400 പിന്നെ നിങ്ങളുടെ ഡെൽറ്റ കൂടും. അതനുസരിച്ച് പ്രീമിയത്തിന് അപ്രീസിയേഷൻ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. മനസ്സിലായോ? അതാണ് നമുക്കവിടെ ATM എടുക്കുന്നതിനുള്ള ഗുണം. പിന്നെ എക്സ്പയറി ഡേയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും പ്രീമിയം കൈ വെച്ചുകൊണ്ടിരിക്കില്ല. കാരണം ഇവിടെ DKയുടെ ഒരു സ്വഭാവമുണ്ട്. DK വളരെ പീക്കിലായിരിക്കും. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഈ എക്സ്പയറി ഡേയിൽ നിങ്ങളുടെ DK, അതായത് നിങ്ങളുടെ പ്രീമിയം മെൽറ്റാകുന്നു, ഉരുകി തീരുമെന്ന് പറയാറില്ലേ? അങ്ങനെ പ്രീമിയം ഉരുകി തീരുന്ന പ്രതിഭാസം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിറങ്ങുക, എന്നിട്ട് വീണ്ടും റീ എൻട്രിക്ക് വേണ്ടി നമ്മളൊരു സപ്പോർട്ടിലേക്കോ റെസിസ്റ്റൻസിലേക്കോ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? ഇവിടെ നോക്കി, ഇവിടെ 2 ഓപ്പർച്യൂണിറ്റിയായി. ഇവിടുന്ന് നിങ്ങൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് എൻട്രിയുടെ ഇവിടുന്ന് നല്ല ഹ്യൂജ് ക്യാൻഡിലാണ്. നമ്മൾ വെയിറ്റ് ചെയ്തു. നമ്മുടെ ടാർഗറ്റ് ഈ ലൈനാണ് അല്ലേ? ഈ ലൈൻ വരെ എത്തിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എത്തുമ്പോൾ തന്നെ നമ്മൾ അവിടെ എക്സിറ്റ് ആയിരിക്കണം. ഒരിക്കലും നിങ്ങൾ ഒരു ടാർഗറ്റ് നിങ്ങൾ ട്രയൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടി ഒരു ടാർഗറ്റ് ഇട്ട് നിങ്ങൾ ഒരു ഓർഡർ ഒരു ട്രേഡ് എടുക്കുമ്പം നിങ്ങൾ ഒരിക്കലും ആ ലൈൻ മുട്ടാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും നോക്കിയിരിക്കില്ല. അതിൻ്റെ ഒരു 80% ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ വിട്ടേക്കണം. മനസ്സിലായി പറഞ്ഞ്? 80% നിങ്ങളുടെ ടാർഗറ്റിൻ്റെ 80 to 85% അല്ലെ 75% നിങ്ങളുടെ മനോധർമ്മം പോലെ നിങ്ങൾക്കത് ആ ടാർഗറ്റിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങളവിടെ എപ്പോഴും നിങ്ങൾ എക്സിറ്റ് ആയിരിക്കണം, പ്രത്യേകിച്ച് എക്സ്പയറി ഡേയിൽ. കാരണം നമുക്കറിയത്തില്ല പിന്നെ എങ്ങോട്ട് അടുത്ത മൂവ്മെൻറ്റ്. ചിലപ്പം അവിടെ ടച്ച് ചെയ്യുന്നതിന് ഒരു 2 പോയിൻറ്റിനും പുറകെ ആയിരിക്കും ചിലപ്പം മാർക്കറ്റ് നേരെ തിരിച്ചു വരുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ടാർഗറ്റ് ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ടാർഗറ്റ് ലെവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് എത്തിക്കഴിയുമ്പോൾ ഒരു 10 പോയിൻറ്റോ 15 പോയിൻറ്റിനോ മുന്നേ വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടുന്ന് ട്രേഡ് എക്സിറ്റ് ആണ്. പിന്നെ രണ്ടാമത് നമുക്ക് റീ എൻട്രി ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ച് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ എൻട്രി എടുത്തെന്ന് വിചാരിച്ചോ. എൻട്രി ഇവിടുന്ന് എടുത്ത് നേരെ ഇവിടെ പോയി. നിങ്ങൾ ഇവിടുന്ന് ഇപ്പം 50 രൂപയുടെ പ്രീമിയം എടുത്തെന്ന് വിചാരിച്ചു. 50 രൂപയുടെ പ്രീമിയം എടുത്ത് 50 രൂപയുടെ പ്രീമിയം ഇതെന്തായാലും ഇവിടെ വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 80-90 രൂപ എക്സ്പയറി ഡേയിൽ ഇത് ഇവിടുന്ന് ഇത്രയും വരെ മൂവ് ചെയ്യും. ഏകദേശം ഒരു 314 ഏകദേശം 100-120 പോയിൻറ്റ് ട്രാവൽ ചെയ്ത്, ഈ 100-120 പോയിൻറ്റ് ട്രാവൽ ചെയ്തപ്പോൾ ഈ 50 രൂപ എന്നുള്ളത് ഉറപ്പായിട്ടും 90-100 രൂപ ആകും. 90-100 രൂപ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എക്സിറ്റ് ആകും, ഡബിളായി ഇല്ലേ? നിങ്ങൾക്ക് ഇവിടെ ഈ പോയിന്റിൽ എക്സിറ്റ് ആകാം. എക്സിറ്റ് ആയതിന് ശേഷം വീണ്ടും നിങ്ങൾക്കൊരു റീ എൻട്രി കിട്ടും. ഇവിടെ നോക്കിയേ, ഇവിടെ സൂപ്പറായിട്ട് റീ എൻട്രി ആണ്. നേരെ തിരിച്ചു വന്നു, ഈ ലൈനിൽ തന്നെ വന്ന് സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ചു പോയി ഇല്ലേ? ഇല്ലേ? അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ലൈനായത്. അപ്പോൾ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഇവിടെ റീ എൻട്രി എടുക്കാം. റീ എൻട്രി എടുക്കുമ്പോൾ ഈ സാധനം നിങ്ങളിപ്പോൾ ഇവിടുന്ന് 50 രൂപയ്ക്ക് മേടിച്ചു, ഇവിടെ 100 രൂപ എന്ന് വിചാരിച്ചു, 100 രൂപ ഇവിടെ നേരെ തിരിച്ചു വരുമ്പോൾ ഈ പ്രീമിയം മാക്സിമം ഒരു 60 രൂപ 70 രൂപ കാണത്തുള്ളൂ. നിങ്ങൾ ഇവിടെ 50 രൂപയ്ക്ക് കയറി
ഫസ്റ്റ് കയറ്റത്തിൽ ഇവിടെ നിങ്ങൾ 50 രൂപയ്ക്ക് കയറി ഇവിടെ വരുമ്പം ഒരു 70 രൂപ ആയിരിക്കും. 70 ഒരു 65 70 75 ആ റേഞ്ചിലായിരിക്കും. ഇവിടുന്ന് പിന്നെ മേലോട്ട് കയറി പോകുമ്പം ഒരു 100 രൂപ 100 ചിലപ്പോൾ 110 ചിലപ്പോൾ ആയെന്ന് വിചാരിക്കാം. ഈ സാധനം ഈ 110ൻ്റെ സാധനം വീണ്ടും ഇവിടെ തിരിച്ചു വരുമ്പം ഇവിടെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 60 65 അല്ലെ 60 കാണത്തുള്ളൂ. ആദ്യത്തെ പ്രാവശ്യം ഇവിടെ 70 ഉണ്ടായിരുന്നു. പക്ഷേ പോയിട്ട് തിരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും എന്ത് പറ്റി? 60 കാണത്തുള്ളൂ. ഇനി ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറുന്നത് ഇവിടെ തിരിച്ച് കയറാൻ താമസിക്കും തോറും മാർക്കറ്റ് കൺസോളിഡേഷൻ ചെയ്യുന്ന സമയത്തിൻ്റെ ദൈർഘ്യം കൺസോളിഡേഷൻ്റെ ദൈർഘ്യം കൂടും തോറും നമ്മുടെ കയ്യിരിക്കുന്ന പ്രീമിയം മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും, പ്രത്യേകിച്ച് എക്സ്പയറി ഡേയിൽ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും ന്യായത്തിൻ്റെ പ്രസക്തി ഞാൻ എപ്പോഴും നിങ്ങളോട് ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ കാര്യം അതാണ്. നമുക്ക് ന്യായമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴേ ഇവിടെ എക്സിറ്റ് ആകും. പിന്നെ റീ എൻട്രിക്ക് ശ്രമിക്കുക. അത് ഇവിടെ നമുക്ക് നോക്കിക്കേ, ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വീണ്ടും നമുക്ക് ഇവിടെ റീ എൻട്രി കിട്ടി ഇല്ലേ? ഇവിടെ റീ എൻട്രി വന്നു. ഇവിടെ റീ എൻട്രി ചെയ്തതിന് ശേഷം ഇവിടെ കുറേ നേരം കൺസോളിഡേറ്റ് ചെയ്തു. ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ 50 രൂപയ്ക്ക് കയറി ഇവിടെ 70 രൂപ വന്നു. ഇവിടെ വന്നപ്പോൾ 100 രൂപയായി. സമ്മതിച്ചല്ലോ. ഞാനൊരു അപ്രോക്സിമേറ്റ് കണക്കാണ് പറയുന്നത്. വീണ്ടും തിരിച്ച് ഈ ലൈൻ വന്നപ്പോൾ വീണ്ടും ഇത് 60 രൂപയായി ഇല്ലേ? ഈ 60 രൂപയായി. പിന്നെ മേലോട്ട് പോയി, പിന്നെ താഴോട്ട് വന്നു, പിന്നെ മേലോട്ട് പോയി, പിന്നെ കൺസോളിഡേഷനാണ്. ഈ കൺസോളിഡേഷൻ അതിലൊരു 10 രൂപ 15 രൂപ അവിടെ തന്നെ ഉരുകി തീരും. അപ്പം നിങ്ങൾ മേടിച്ച പ്രീമിയം ഓൾറെഡി എത്രയ്ക്കാണോ മേടിച്ചത് അത് തന്നെ ഇവിടെ വന്നു 50 രൂപയായി. മനസ്സിലായോ? 50 രൂപയ്ക്ക് ശേഷം ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും ഇതിനേക്കാൾ മേളിൽ പോയി നമ്മുടെ ഈ ലൈന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രീമിയം ആകെയും പോകും 75 രൂപ അല്ലെങ്കിൽ 80 രൂപ ആയിരിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? 75 രൂപ 80 രൂപ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഉള്ള പ്രീമിയം. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ നിങ്ങൾ 50 കയറി, ഇവിടെ 70 ഇവിടെ വന്നപ്പോൾ 100 ഇല്ലേ? ആ 100 വീണ്ടും തിരിച്ച് ഇവിടെ വന്നപ്പോൾ വീണ്ടും 60 60 ശേഷം വീണ്ടും തിരിച്ച് പഴയ ടാർഗറ്റിനേക്കാളും മുകളിൽ എത്തിയപ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടി? 80 രൂപയെ കിട്ടിയുള്ളൂ. അതേസമയം തിരിച്ച് ചിന്തിച്ച് നിങ്ങളിവിടെ ഇവിടെ ഇറങ്ങി 90 രൂപയ്ക്ക് ഇവിടെ നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഇവിടെ 60 എൻട്രി കിട്ടി ഇല്ലേ? ഈ 60 ഇവിടുന്ന് എൻട്രി കിട്ടി കഴിഞ്ഞാൽ ഇവിടുന്ന് 60 രൂപയ്ക്ക് എൻട്രി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 100 രൂപ കിട്ടും, 100 110 കിട്ടും. റീ എൻട്രി ആയതുകൊണ്ട്. ഇത് കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ പ്രീമിയം മെൽറ്റായി ഉരുക്കിത്തീരും. മനസ്സിലായി? ഇനി അവസാനം വരെ ട്രേഡ് തീരുന്നതിന് വരെ ഓക്കെ ഞാൻ അന്തം കണ്ടിട്ട് വിടുന്നുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് കയറി നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ആടി കളിച്ച് ഇവിടം ബ്രേക്ക് ചെയ്ത് ഇവിടം വരെ വന്നാലും നിങ്ങൾ ഇവിടുന്ന് 50 രൂപയ്ക്ക് കയറിയ പ്രീമിയം ഇവിടെ വരുമ്പോൾ ഒരു 60 രൂപ കാണത്തുള്ളൂ. 60 രൂപ കാണത്തുള്ളൂ. നിങ്ങൾ സംശയമാണെന്നുണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കൂ. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രോക്കറിൻ്റെ ആപ്പിൽ പോയിട്ട് ആ ചാർട്ട് എടുത്തിട്ട് ഈ പ്രൈസ് ചാർട്ട് ഉണ്ടല്ലോ, ആ ചാർട്ട് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ നോക്കിക്കോ. ഇവിടെ നിങ്ങൾ കയറി 50 രൂപ ഇവിടെ വരുമ്പോൾ എത്ര രൂപയാകും. അപ്പം ഇതാണ് ഇതിനകത്തിലെ അടിസ്ഥാന തത്വം. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും റീ എൻട്രിക്ക് മാത്രം ശ്രമിക്കുക. പ്രത്യേകിച്ച് എക്സ്പയറി ഡേയിൽ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാൻ ശ്രമിക്കുക. ATMൽ നിങ്ങൾ സ്ട്രൈക്ക് എടുക്കുക. പൈസ ഉള്ളവരാണെങ്കിൽ ITM എടുക്കുക, കുഴപ്പമില്ല. ഒരിക്കലും മിനിമം നിങ്ങൾ ATM എടുക്കുക. കാരണം നമ്മൾ അടുത്തതിലൊക്കെ ഞാൻ വരാം. അപ്പം ഇതാണ് ഇപ്പം നിങ്ങൾക്ക് ATMനെ പറ്റി ഒരു ധാരണ കിട്ടി എന്ന് വിചാരിക്കുന്നു. എക്സ്പയറി ഡേയിൽ നിങ്ങളപ്പോൾ എന്ത് ചെയ്യണം? ATMൽ വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ITMലോട്ട് വരാം. ഓക്കെ, അടുത്ത നമുക്ക് ITMലോട്ട് വരാം. ITM എങ്ങനെയാണ്? ITM എന്ന് പറഞ്ഞ സംഭവം, ഒരു സെക്കൻഡ്. ഓക്കെ, ITM എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദ മണിയാണ് ഇല്ലേ? ഇൻ ദ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രോക്കറിൻ്റെ ആപ്പിൽ നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടിനകത്തിൽ ഇനി ഞാൻ ITM പറഞ്ഞുതരാം. ITM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെയ്ഡഡ് സംഗതി ഈ ഷെയ്ഡഡ് സംഗതികളിലുള്ള സ്ട്രൈക്കുകളാണ് ITM, ഇൻ ദ മണി. അതായത് നമ്മുടെ നിലവിൽ മാർക്കറ്റ് എവിടെയാണോ നിൽക്കുന്നത് അതിനേക്കാളും അതിൻ്റെ താഴ്ന്ന റേഞ്ചിൽ. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇപ്പം കോൾ സൈഡിലാണ് പറയുന്നതെങ്കിൽ ഇത് കോൾ സൈഡ്, ഇത് പുട്ട് സൈഡ്. ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് കോൾ സൈഡാണ്, ഇത് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് പുട്ട് സൈഡാണ്. ഇപ്പോൾ 23,500 എന്ന് പറയുന്ന ATM മാർക്കറ്റ് നിൽക്കുന്ന ആ ലെവൽ. ഓക്കെ, അതിൻ്റെ താഴെ നിൽക്കുന്ന സ്ട്രൈക്കാണ് 23,500 താഴെ 23,400 23,450 എന്ന് പറയുന്ന സ്ട്രൈക്കുകളാണ് ITM എന്ന് പറയുന്നത് കോൾ സൈഡിൽ. പുട്ട് സൈഡിലാണ് നേരെ ഓപ്പോസിറ്റ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. പുട്ട് സൈഡിലാണെങ്കിൽ എന്താണ്? 550 600 650 ആ സ്ട്രൈക്കുകളായിരിക്കും പുട്ടെന്ന് പറയുന്നത്. പുട്ട് സൈഡിലോട്ടുള്ള ITM. നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത്
ATM നിങ്ങൾക്ക് മനസ്സിലായി, മാർക്കറ്റ് നിൽക്കുന്ന അതേ ലെവലാണ്, കറണ്ട് മാർക്കറ്റ് നിൽക്കുന്ന അതേ ലെവലാണ് ATM ഇല്ലേ. ആ കോൾ സൈഡിൽ നമ്മൾ നോക്കുമ്പം കോൾ സൈഡ് ATM എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് എവിടെയാണ് നിൽക്കുന്നത് അതിന് താഴെ നിൽക്കുന്ന സ്ട്രൈക്കുകൾ, അതായത് 500-ന് താഴെ 450, 400, 350, 300 ആ നിൽക്കുന്ന സ്ട്രൈക്കുകളാണ് എന്ത് പറയുന്നത് കോൾ സൈഡിലെ ITM എന്ന് പറയുന്നത്. പുട്ട് സൈഡിലാണെങ്കിൽ നമ്മൾ നേരെ തിരിച്ചാ അല്ലേ, ആ നിൽക്കുന്ന സ്ട്രൈക്കിനേക്കാളും കറണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ലെവലിനേക്കാളും മുകളിലുള്ള സ്ട്രൈക്കുകൾക്കാണ് പുട്ട് സൈഡിലെ ITM എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രീമിയം കൊണ്ട് തന്നെ മനസ്സിലാവും. ഇപ്പം നോക്കിക്കേ, ഇവിടെ ATM 23,500 23,500-ൻ്റെ സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 89 രൂപയേ ഉള്ളൂ. പക്ഷേ 23,450 ITM ആണ്. ആ ITM-ൻ്റെ സ്ട്രൈക്ക് എത്രയാണ്? 117 രൂപയാണ്. അതേസമയം ഇവിടെ തിരിച്ച് നോക്കിക്കേ, ഇവിടെ 23, അതേസമയം ഈ 117-ൻ്റെ പ്രൈസ് ഇവിടെ എത്രയാണ്? 104. പക്ഷേ ഈ താഴോട്ട് വരുമ്പോഴോ 100 താഴോട്ട് വരുമ്പോൾ കൂടി വരിക അല്ലേ. 23,500-ന് 128 രൂപ, 23,550-ന് പുട്ട് സൈഡ്, 23,550-ന് 159 രൂപയാണ്. അതേസമയം 23,550-ൻ്റെ കോൾ സൈഡ് നോക്കിക്കേ, വെറും 67 രൂപയേ ഉള്ളൂ. മനസ്സിലായി. അപ്പോൾ ATM-ലോട്ട് പോകും തോറും നിങ്ങളുടെ പ്രീമിയം എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ചാർട്ടിലോട്ട് വരാം. അപ്പോൾ നമുക്ക് ITM-ൽ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഇവിടുന്ന് ഇപ്പം ഇവിടെ നിങ്ങൾ ITM എടുത്ത് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ എത്രയാണ്? 23,300 അല്ലേ. 23,300-ന് പകരം നിങ്ങൾ 23,200 എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 23,200-ൻ്റെ പ്രീമിയം ഇവിടെ നമ്മൾ 23,300 100 രൂപയ്ക്ക് എടുത്തതെങ്കിൽ ഇവിടെ 23,200-ൻ്റെ പ്രീമിയം 150 രൂപയായിരിക്കും. ഈ 150 രൂപയാകുമ്പം ഇതിൻ്റെ ഡെൽറ്റ എന്താണ്? കൂടുതലാണ്. അപ്പോൾ 0.7, 0.6, 0.7 ഒക്കെ ആയിരിക്കും അതിൻ്റെ ഡെൽറ്റ. അപ്പം മാർക്കറ്റ് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണിതങ്ങളായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രീമിയത്തിൻ്റെ അപ്രീസിയേഷൻ വളരെ കൂടുതലായിരിക്കും. അതായത് അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ ഫ്രീക്വൻസി വളരെ കൂടുതലായിരിക്കും. അതായത് ഞാൻ ഉദാഹരണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ATM 100 രൂപയ്ക്ക് എടുത്ത് ഇല്ലേ. അപ്പം ഇവിടെ ITM നമ്മളുടെ 150 രൂപയ്ക്ക് എടുക്കുന്നു. അപ്പം പൈസ ഉള്ളവർക്ക് കാശുള്ളവർ 150 രൂപയ്ക്ക് എടുക്കുന്നു. 150 രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ വരുമ്പോൾ അത് 200 രൂപയാവും. 200 രൂപ. നമ്മുടെ മറ്റേത് ATM 100 രൂപ വന്നപ്പോൾ 120 ആയുള്ളൂ ഇവിടെ ഇല്ലേ. പക്ഷേ ഇവിടെ 150 രൂപയുടെ സാധനം ഇവിടെ 200 രൂപയാവും. ഈ സാധനം മേ ബി ഇവിടെ വരുമ്പോൾ 300 രൂപയാവും. മനസ്സിലായോ? ഇവിടെ വരുമ്പം 200 ഇവിടുന്ന് ഇവിടെ വരെ വരുമ്പം ഏകദേശം 300 രൂപയാവും. ഈ പറഞ്ഞ സംഗതി തന്നെ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് DK കുറവായിരിക്കും. കാരണം എന്താ? നമ്മൾ ITM ആണ് എടുത്തത്. അപ്പോൾ അവിടെ DKയുടെ പിന്നെ സാധ്യത വളരെ കുറവായിരിക്കും. അതിൻ്റെ ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും. നമ്മൾ ഇവിടുന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 300 രൂപയായല്ലോ. ഇവിടെ 300 രൂപയെങ്കിൽ ഇവിടെ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഏകദേശം ഒരു 200, 300 ആയെങ്കിൽ ഇവിടെ ഒരു 220, 230 റേഞ്ചിലായിരിക്കും. വീണ്ടും തിരിച്ച് ഇവിടെ വരുമ്പോഴത്തേക്കും ഏകദേശം നിങ്ങളെ ഇരിക്കുന്ന 300 രൂപ ഇവിടെ തന്നെ വരുമ്പോൾ 300 രൂപ തന്നെ ആയിരിക്കും. കാരണം ITM ആയതുകൊണ്ട്. പക്ഷേങ്കിൽ അതിന് ഫണ്ട് നമുക്ക് വേണം. ഞാനിപ്പോൾ മറ്റേത് ATM വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ ITM-ന് വളരെ എക്സ്പ്ലനേഷൻ കൊടുക്കാത്തത്. സംഗതി രണ്ടും ഒരുപോലെ തന്നെയാണ്. പക്ഷേങ്കിൽ പ്രീമിയം കൂടുന്നതിൻ്റെ ഫ്രീക്വൻസി വളരെ കൂടുതലായിരിക്കും, അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. ഓക്കെ, വളരെ ഫാസ്റ്റായിട്ട് പ്രീമിയം മൂവ് ചെയ്യും. ഇനി ഓപ്പോസിറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ATM-നേക്കാൾ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ പ്രീമിയം താഴോട്ട് വരുമ്പം കുറയും. ഇപ്പോൾ സപ്പോസ് ഇവിടെ നമ്മൾ 150 രൂപയ്ക്ക് ITM എടുത്തെന്ന് വിചാരിച്ചു. ITM എടുത്ത് നേരെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇവിടെ വരെ ഈ സപ്പോർട്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഒറ്റയടിക്ക് 70 രൂപ 80 രൂപയാവും നമ്മുടെ കയ്യിലിരിക്കുന്ന ITM. കാരണം അതിൻ്റെ ഫ്രീക്വൻസി വളരെ കൂടുതലായിരിക്കും. അതിൻ്റെ പിന്നെ പ്രീമിയത്തിൻ്റെ അപ്രീസിയേഷൻ വളരെ കൂടുതലായിരിക്കും. അപ്രീസിയേഷൻ അല്ല ഡിപ്രീസിയേഷൻ വളരെ കൂടുതലായിരിക്കും. അതേസമയം ATM ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 100 രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ ഒരു 60 രൂപ അല്ല 65 രൂപ വരെ വരും. അതേസമയം 150 രൂപയ്ക്ക് എടുത്ത് നമ്മൾ ITM ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ 75 രൂപ 80 രൂപ വരെ വരും. കാരണം അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ അപ്രീസിയേഷൻ ആയാലും ഡിപ്രീസിയേഷൻ ആയാലും വളരെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ട്രെൻഡ് കൺഫേം ചെയ്യുക. ഓക്കെ, നമ്മൾ ട്രെൻഡ് കൺഫർമേഷൻ, അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് കാര്യം. ആ ട്രെൻഡ് കൺഫേം ചെയ്ത് നമ്മുടെ പരിധിക്കുള്ളിൽ മാർക്കറ്റ് വരും, നമ്മൾ വിചാരിക്കുന്ന പോലെ മാർക്കറ്റ് വരും എന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ITM എടുത്ത് നിങ്ങൾക്ക് പരീക്ഷിക്കാം. കാരണം നിങ്ങളുടെ ഇത് കറക്റ്റ് ആയിരിക്കണം, നിങ്ങളുടെ വ്യൂ കറക്റ്റ് ആയിരിക്കണം, കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് നിങ്ങൾക്ക് അങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ട്രേഡർ, ഒരു നല്ല ട്രേഡർ, എക്സ്പീരിയൻസ്ഡ് ട്രേഡർ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പം അവന് ചാടിക്കറി രാവിലെ 9-16 കൈ പറിച്ച് ട്രേഡ് എടുക്കുകയല്ല ചെയ്യുന്നത്.
ആദ്യം ഒരു ട്രെൻഡ് കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. അവൻ്റെ ക്രൈറ്റീരിയ എല്ലാം കറക്റ്റാണെന്ന് നോക്കും. ആ കറക്റ്റ് ആയതിന് ശേഷം മാത്രമേ അവൻ നല്ലൊരു സ്ട്രൈക്ക് ചൂസ് ചെയ്ത് നമ്മളതിനകത്തിൽ എൻട്രി എടുക്കത്തുള്ളൂ. കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് എന്താ അടുത്ത കഴിഞ്ഞ് നമ്മുടെ OTM നമ്മുടെ എല്ലാവരുടെയും വളരെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് OTM. എല്ലാവരും എടുക്കുന്ന സാധനമാണ് അല്ലേ? സാധനം കാണുന്നില്ലല്ലോ, ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യും. അപ്പം നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള OTMയിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. അപ്പം OTMയിൽ എന്താ സംഭവം? OTM എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ മണി. അതായത് നമ്മുടെ NSEയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന വെളുത്ത് കാണുന്ന സ്ഥലം, ഷെയ്ഡ് ഇല്ലാത്ത ഭാഗം, ഈ ഷെയ്ഡ് ഇല്ലാത്ത ഭാഗങ്ങളാണ് ഔട്ട് ഓഫ് ദ മണി. ഇവിടെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഇവിടെ പ്രീമിയം വളരെ കുറവായിരിക്കും. ഓക്കെ, 1000 രൂപയുള്ള ആൾക്കും 500 രൂപയുള്ള ആൾക്കും 100 രൂപയുള്ള ആൾക്കാർക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ട്രേഡിൽ എൻട്രി ചെയ്യാൻ പറ്റും. അപ്പോൾ പക്ഷെങ്കിൽ ഒരു നല്ല വയലൻ്റ് മൂവ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കാശ് ആവിയായി പോകും എന്ന് പറയുന്നതിന് അതിൽ യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ടാണ് ഈ OTM എടുത്ത് ആരും പരീക്ഷിക്കല്ലെന്ന് പറയുന്നത്. ഹീറോസ് ഹീറോ കളിക്കാൻ വേണ്ടി നമുക്കൊരു ന്യായമായിട്ടുള്ള രീതിയിൽ ഒരു 1000, 500, 1000 രൂപയൊക്കെ ഇട്ട് പരീക്ഷിക്കുക എന്നുള്ളതല്ലാതെ വേറെ കളികളൊന്നും OTMയിൽ സാധാരണഗതിയിൽ നടക്കാറില്ല. നിങ്ങളുടെ ട്രെൻഡിനനുസരിച്ച് മാർക്കറ്റ് പോയില്ല എന്നുണ്ടെങ്കിൽ, നല്ലപോലെ മൂവ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദ മണി നിങ്ങൾക്ക് നഷ്ടസാധ്യത മാത്രമേ വരുത്തുള്ളൂ. ഇവിടെ നോക്കിക്കേ, ഈ കാണുന്ന ഷെയ്ഡഡ് ഇല്ലാത്ത ഭാഗങ്ങളാണ് OTM. കോൾ സൈഡ് നോക്കുമ്പോൾ ഈ സൈഡ് അതായത് കൂടി വരണം. 500 ഇപ്പോൾ ATM 500ആണ്. 500ന് മുകളിലുള്ള സ്ട്രൈക്കുകളെല്ലാം OTM ആണ്. കുറച്ച് ദൂരം കൂടുന്തോറും ഫാർ ഔട്ട് ഓഫ് ദ മണി എന്ന് പറയും. വളരെ ദൂരം കൂടുതൽ. ഇപ്പം 23,700 നോക്കുവാണെങ്കിൽ എത്ര രൂപയാണ്? 25 രൂപയേ ഉള്ളൂ. 23,800 നോക്കുവാണെങ്കിൽ 11 രൂപയേ ഉള്ളൂ. അപ്പം നമ്മൾ അധികം വെളിയിലോട്ട് പോകും തോറും ഇതിൻ്റെ DK വളരെ കൂടുതലായിരിക്കും. നമ്മുടെ പ്രീമിയം ഇവിടുന്ന് മെൽറ്റായി ഉരുക്കി തീരത്ത് മാത്രമേ ഉള്ളൂ. അപ്പം എങ്ങനെ നമുക്ക് ഒരു ഔട്ട് ഓഫ് ദ മണിയിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഔട്ട് ഓഫ് ദ മണി നിങ്ങൾ എവിടെ പാടില്ല, എക്സ്പയറി ഡേയിൽ ഔട്ട് ഓഫ് ദ മണി നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഔട്ട് ഓഫ് ദ മണി നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് അവസാനത്തെ അരമണിക്കൂർ ട്രേഡ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഔട്ട് ഓഫ് ദ മണി ഹീറോസ് ഹീറോ കളിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ എക്സ്പയറി ഡേയിലെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ പറഞ്ഞു വരാം ഇത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എപ്പോഴും എക്സ്പയറി ഡേയിൽ നിങ്ങൾ ട്രേഡ് രാവിലെ തുടങ്ങുമ്പം ഒരു കാരണവശാലും ഔട്ട് ഓഫ് ദ മണി നിങ്ങൾ ചൂസ് ചെയ്യാൻ പാടില്ല. ഔട്ട് ഓഫ് ദ മണി എക്സ്പയറി ഡേയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഓൺലി ഹീറോസ് ഹീറോ കളിക്കാൻ വേണ്ടി മാത്രമാണ്. അതും ഏകദേശം ഒരു 2:30-കോ 3 മണിക്കോ ആ റേഞ്ചിൽ മാത്രമേ നമ്മൾ അങ്ങനെ ഉള്ള ട്രേഡുകൾ എടുക്കുക. കാരണം മാർക്കറ്റ് ഒരു ലിമിറ്റ് വരെ പോയതിന് ശേഷം അവിടുന്ന് മാർക്കറ്റ് തിരിച്ച് ഒരു റിവേഴ്സൽ വരും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ ഔട്ട് ഓഫ് ദ മണി ട്രേഡ് എടുക്കും. അതിപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കേ, ഇത് ഇന്നലെ എക്സ്പയറി ഡേ ആയിരുന്നു. ഞാൻ ഇത് 12 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 23,400. ഓക്കെ, 23,400. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ 23,460 ഇതിൻ്റെ പീക്ക്. ഓക്കെ, FinNifty ആയി കാണുന്നത്. ഇന്നലെ ചൊവ്വാഴ്ച എക്സ്പയറി ഡേയിൽ FinNiftyയുടെ പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,464 അതിലൊക്കെ. അപ്പം ഞാൻ ഇവിടെ വന്നപ്പം ഈ മാർക്കറ്റ് ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 11,400 ഏകദേശം 4 രൂപയ്ക്ക് അവൈലബിൾ ആയിരുന്നു. 11,400 ഏകദേശം 4 രൂപയ്ക്ക് അവൈലബിൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 4 രൂപയ്ക്ക് ഞാൻ ഇവിടുന്ന് ഒരു കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങിച്ചു. എണ്ണം ഒന്നും പറയുന്നില്ല, കുറച്ച് ക്വാണ്ടിറ്റി മേടിച്ചിട്ട്, അപ്പോൾ എൻ്റെ റിസ്കിന് അനുസരിച്ച് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പൈസ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് കിട്ടിയ ലാഭത്തിൻ്റെ ഒരു വിഹിതം, ഓക്കെ, ഞാനിത് കളയാൻ തയ്യാറായി തന്നെ ആയിരിക്കും ഞാൻ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഹീറോസ് ഹീറോയിൽ എൻ്റെ പൈസ ഞാൻ ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പം നമ്മളെപ്പോഴും ഹീറോസ് ഹീറോ കളിക്കുമ്പോൾ നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് എടുത്ത ഹീറോസ് ഹീറോ ഒരിക്കലും നമ്മൾ കളിക്കാൻ പാടില്ല. നിങ്ങൾക്ക് കിട്ടിയ ലാഭത്തിൻ്റെ ഒരു വിഹിതം, അതിൻ്റെ 5%, 10% നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഹീറോസ് ഹീറോ ചെയ്യാം. അല്ലാതെ ഒരു കാരണവശാലും ക്യാപിറ്റലിൽ നിങ്ങൾ ഹീറോസ് ഹീറോ ചെയ്യാൻ പാടില്ല. ഓക്കെ, കം ടു ദ പോയിൻറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ ചെയ്ത പണിയാണ് പറയാൻ പോകുന്നത്. ഇവിടെ 12,460 നിൽക്കുമ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്യും എന്ന് എനിക്ക്, കാരണം ഈ ലൈൻ ക്രോസ് ചെയ്തപ്പോൾ തന്നെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യും എന്ന് എനിക്കൊരു
കൺവേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അതും പ്രകാരം എന്ത് ചെയ്തു, ഇവിടുന്ന് 4 രൂപയ്ക്ക് 12,400 ഔട്ട് ഓഫ് ദ മണിയാണെന്ന് വിചാരിക്കണം. 12,460 നിൽക്കുമ്പോഴാണ് 4 രൂപയ്ക്ക് എനിക്ക് കിട്ടി. ഈ 4 രൂപയുടെ സാധനം ഏകദേശം ഇവിടുന്ന് ഇവിടെ വരെ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഇവിടെ എത്തിയപ്പോൾ ഇവിടെ അല്ല, ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഈ 4 രൂപ 22 രൂപയായി. ഈ 4 രൂപ ഒറ്റയടിക്ക് 22, അതായത് 4 16 14 രൂപ, 5 ഇരട്ടി ആയി. ഈ 4 രൂപ ഇവിടെ വന്നപ്പം 22 രൂപയായി. ഞാൻ അത് ബുക്ക് ചെയ്ത് ഭയങ്കര ഫ്ലാഷ് ആയിരിക്കും ഇത് വരുന്നത്, ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും പ്രീമിയം മൂവ് ചെയ്യുന്നത്. ഞാനത് 18 രൂപയ്ക്ക് ബുക്ക് ചെയ്തു. ഈ 4 രൂപയ്ക്ക് എടുത്ത സാധനം ഞാനിവിടെ 18 രൂപയ്ക്ക് ബുക്ക് ചെയ്തു. അപ്പം ഇതാണ് എക്സ്പയറി ഡേയിലെ ഹീറോ സീറോ. ഒരു സെക്കൻഡ് കോൾ വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അതിൻ്റെ ഇടയിൽ ഒരു കോൾ വന്നു. അപ്പം 18 രൂപയ്ക്ക് ഞാനിതിവിടെ ബുക്ക് ചെയ്തു. ഇതിന് ശേഷം മാർക്കറ്റ് വീണ്ടും താഴോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ നേരം ആടി കളിച്ച് പിന്നെ ചിലപ്പം 20, 25, 30 ഒക്കെ വന്ന് കാണുമായിരിക്കാം. പക്ഷേ അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ എക്സ്പയറി ഡേയിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഔട്ട് ഓഫ് ദ മണി ഉപയോഗിക്കാൻ പാടുള്ളൂ. ഔട്ട് ഓഫ് ദ മണി ഉപയോഗിക്കുമ്പോഴും നമ്മളൊരു ടാർഗറ്റ് ഇട്ടുമാണ് നമ്മൾ എപ്പോഴും ഔട്ട് ഓഫ് ദ മണി ഹീറോ സീറോ നമ്മൾ ചെയ്യാൻ. അതായത് ഇപ്പോൾ നിങ്ങൾ 4 രൂപയ്ക്ക് എടുത്ത ഒരു സാധനം നിങ്ങൾക്കിപ്പം നിങ്ങളിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ഹീറോ സീറോ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ 4 രൂപയ്ക്ക് എടുത്ത സാധനം നിങ്ങളൊരു 250 ക്വാണ്ടിറ്റി നിങ്ങൾ എടുത്തെന്ന് വിചാരിച്ചു. 250 ക്വാണ്ടിറ്റി എടുത്ത് നമ്മൾ ഹീറോ സീറോ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ പൈസ ആറ്റിൽ കളഞ്ഞു എന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ ഈ പൈസ എടുക്കുന്നത്, ഇല്ലേ? കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ 4 രൂപയ്ക്ക് എടുക്കുന്ന സാധനം, അപ്പോൾ നമ്മൾ ഇവിടെ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ ഒരു 2, 3, 4 ടൈംസ് റിട്ടേൺ കിട്ടും എന്നുള്ള ധാരണയിലാണ് നമ്മൾ ഇതെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ 250 ക്വാണ്ടിറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ 4 രൂപയ്ക്ക് എടുത്തെങ്കിൽ നിങ്ങൾക്കൊരു 8 രൂപ ഡബിൾ. ഓക്കെ, 8 രൂപ ടാർഗറ്റ് നിങ്ങൾക്കൊരു 2 ലോട്ടിലിടാം. 2 ലോട്ടിൽ നിങ്ങൾ സെൽ ഓർഡർ എന്ത് ചെയ്യണം, 4 രൂപയിൽ നിന്ന് 8 രൂപയിലിടണം. അടുത്ത നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത സെൽ ഓർഡർ 1, 2 ക്വാണ്ടിറ്റി നിങ്ങളൊരു 12-ലിടണം. പിന്നെ ഒരു ക്വാണ്ടിറ്റി 15-ലിടണം. പിന്നെ ഒരു ക്വാണ്ടിറ്റി 20-ലിട്ട് വെക്കണം. മനസ്സിലായി? അപ്പം നിങ്ങൾക്കാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ കോസ്റ്റെങ്കിൽ നിങ്ങളുടെ പകുതി ഹിറ്റായി കഴിഞ്ഞാൽ നിങ്ങളുടെ കോസ്റ്റോ അല്ല ചെറിയ ലാഭത്തിലോ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതിന് ശേഷം മാർക്കറ്റ് വയലൻ്റായിട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബൈ പ്രൈസിൽ നിങ്ങൾക്ക് അവിടെ എക്സിറ്റ് ആകാൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലായി? ഇപ്പോൾ 250 ക്വാണ്ടിറ്റി ഉണ്ട്, നിങ്ങൾ 4 എടുത്തു, 8-ന് 2 ക്വാണ്ടിറ്റി വിറ്റു, അപ്പോൾ അത് ഡബിളായി, ഇല്ലേ? അതിനുശേഷം നേരെ അടുത്ത 12 നമ്മൾ ഒരെണ്ണം ഇട്ടേക്കും. ആ 12-ന് ഒരെണ്ണം ഹിറ്റായതിന് ശേഷം തിരിച്ച് നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ, തിരിച്ച് മാർക്കറ്റ് താഴോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 രൂപയിൽ എക്സിറ്റ് ആകാൻ പറ്റും. നിങ്ങളുടെ SL 4 രൂപ ആയിരിക്കും, ബൈ പ്രൈസ് ആയിരിക്കും SL. അപ്പോൾ നിങ്ങൾക്ക് ഈ 12 കിട്ടി, ഈ 8 കിട്ടി, 12 കിട്ടി, മറ്റേത് 2 പോയി, നോ പ്രോബ്ലം. മനസ്സിലായി? അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഹീറോ സീറോ ചെയ്യുമ്പോൾ ടാർഗറ്റ് ഇട്ടുമാണ് ചെയ്യുക, എന്നെങ്കിൽ മാത്രമേ നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതങ്ങനെ ഞാൻ പറഞ്ഞ് ഒത്തിരി അങ്ങ് ദീർഘിപ്പിക്കുന്നില്ല. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദ മണി മനസ്സിലായില്ല. അപ്പോൾ ഔട്ട് ഓഫ് ദ മണി നിങ്ങളുടെ പൈസ കളയാനുള്ളൊരു സെറ്റപ്പാണ്. പൈസ നിങ്ങൾക്ക് ഫണ്ട് കുറവാണെന്ന് പറഞ്ഞ് പോയി ഔട്ട് ഓഫ് ദ മണി എടുത്ത് ആ കയ്യിലിരിക്കുന്ന കാശോടെ നിങ്ങൾ കളയാതെ കഴിവതും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഈ ഫണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ അവസാന നിമിഷം ഹീറോ സീറോ ചെറിയ എമൗണ്ട് വരെ ഇട്ട് ചെയ്യാൻ പറ്റും. ഫണ്ട് ഉള്ളവർ ഒരു കാരണവശാലും ഔട്ട് ഓഫ് ദ മണി നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ATM-ലോ ITM-ലോ മാത്രമേ നിങ്ങൾ എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്യാവൂ. ഇനിയും ഈ ITM-ഉം ATM-ഉം OTM-ഉം നിങ്ങൾ കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്ന് കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പം ഇതിപ്പം എക്സ്പയറി കഴിഞ്ഞ ദിവസമാണല്ലോ. ഇതിപ്പോൾ അടുത്തത് നമുക്ക് ഇനിയിപ്പോൾ ഉള്ളത് മിഡ് ക്യാപ്പാണ്. ഓക്കെ, മിഡ് ക്യാപ്പിൻ്റെ ചാർട്ടാണ് ഈ കാണുന്നത്. മിഡ് ക്യാപ്പും കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഒരു ഭീകര ഫോൾ വന്നു. പക്ഷേ നമുക്ക് ഇന്നലെ എന്താ സംഭവിച്ചത്, മിഡ് ക്യാപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണ്, കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 100 പോയിൻറ്റ് മിഡ് ക്യാപ്പ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. മിഡ് ക്യാപ്പിൻ്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത് 25-ൻ്റെ ഗുണിതങ്ങൾ, അതായത് 12,000, 12,025, 12,050, 12,075, 12,100 അങ്ങനെ ആയിരിക്കും പോകുന്നത്. 25-ന് ഗുണിതങ്ങളായിട്ടാണ് പോകുന്നത്. അപ്പം നിങ്ങൾ ഈ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുമ്പം കഴിവതും നിങ്ങളൊരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യുമ്പം ഒരു റൗണ്ട് ഫിഗർ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നുകിൽ 50-ൻ്റെ ഗുണിതങ്ങളോ അല്ല 100-ൻ്റെ ഗുണിതങ്ങളോ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ഇതിൽ ട്രേഡ് ചെയ്യുമ്പോൾ, മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ 50-ൻ്റെ ഗുണിതങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, 50-ൻ്റെ അല്ല 100-ൻ്റെ ഗുണിതങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതായത്
50, 250, 300, 350 ആ റേഞ്ച്, അല്ലെങ്കിൽ 100ൻ്റെ ഗുണിതങ്ങൾ 100, 200, 300. അപ്പോൾ അതിന് ഇച്ചിരി പൈസ കൂടുതലായിരിക്കും, പക്ഷേങ്കിൽ നമുക്ക് നല്ല അപ്രീസിയേഷൻ കിട്ടും മാർക്കറ്റ് നമ്മുടെ വഴി കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ ഒരു സമ്മറി ഞാൻ പറഞ്ഞുതരാം. ഒരു കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡേ ആണത് കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിഡ് ക്യാപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 200 പോയിൻ്റ് വരെ ഔട്ട് ഓഫ് ദ മണി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത് എവിടെയാണ്? 12,171 ഇല്ലേ? 12,171 വിചാരിച്ചു. 12,175 ആ സ്ട്രൈക്കായിരിക്കും ATM ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 12,250 12,300 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദ മണി ഫസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, ഫസ്റ്റ് ഡേയിൽ. സെക്കൻഡ് ഡേയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്ട്രൈക്ക് 50 പോയിൻ്റ് വെച്ച് സ്ട്രൈക്ക് കുറച്ച് കൊണ്ടുവരണം. അതായത് ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ 200 പോയിൻ്റ് ഔട്ട് ഓഫ് ദ മണി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ നിങ്ങൾ 150 ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ നെക്സ്റ്റ് ഡേയിൽ നിങ്ങൾ 100 പോയിൻ്റ് ഔട്ട് ഓഫ് ദ മണി ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ നെക്സ്റ്റ് ഡേയിൽ പിന്നെ 50 പോയിൻറ്റിൻ്റെ അല്ല 100 പോയിൻറ്റിൻ്റെ ഇത് ചെയ്യാൻ പാടില്ല. അതായത് നിങ്ങൾ 5 ദിവസമാണ് മൊത്തത്തിലുള്ള ട്രേഡിംഗ് ഡേ. ഓക്കെ, 5 ദിവസം കൊണ്ട് 200 പോയിൻറ്റ് നമ്മൾ ഓരോ 50 പോയിൻറ്റ് കുറച്ച് കൊണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് ATM ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ആ ലാസ്റ്റ് ഡേയിൽ കറക്റ്റായിട്ട് ATM വരും. അതായത് ഇപ്പോൾ ഈ 200 പോയിൻ്റ് അല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് 5 ദിവസമുണ്ട്. അപ്പോൾ 250 പോയിൻ്റ് എൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 250 പോയിൻറ്റിൻ്റെ ഇത് പിന്നെ സ്ട്രൈക്ക് വരുന്നുണ്ടല്ലോ, പ്രീമിയം വരുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ഓരോ ദിവസവും 50 കുറച്ചുകൊണ്ട് വരുമ്പം കറക്റ്റായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ദിവസം, അതായത് എക്സ്പയറിയുടെ ദിവസം കറക്റ്റ് നമുക്ക് ATM ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ. അല്ലാതെ നമ്മൾക്ക് ഒരു ധാരണയില്ലാതെ സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് നിങ്ങളുടെ പൈസ കൊണ്ടുപോയി വെള്ളത്തിൽ കളയരുത് എന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് പിന്നെ മിഡ് ക്യാപ്പിൽ മാത്രമല്ല, നിങ്ങൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്താലും, ഫിൻനിഫ്റ്റി ചെയ്താലും, ബാങ്ക് നിഫ്റ്റി ചെയ്ത് കഴിഞ്ഞാലും എല്ലാം നിങ്ങൾ ചെയ്യുന്നത് എപ്പോഴും നിങ്ങളൊരു റൗണ്ട് ഫിഗർ പിന്നെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. 50ൻ്റെ ഗുണിതങ്ങളോ അല്ല 100ൻ്റെ ഗുണിതങ്ങളോ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് നിഫ്റ്റിയിലും ചെയ്യുകയാണെങ്കിൽ 100ൻ്റെ ഗുണിതങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ പ്രൈസിന് മൂവ്മെൻ്റ് ഉള്ളത്. അപ്പം നിങ്ങൾ അങ്ങനെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺട്രാക്റ്റിൻ്റെ ഫസ്റ്റ് ഡേ ഒരു നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 200-250 പോയിൻ്റ് ഔട്ട് ഓഫ് ദ മണി ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഡേയിൽ. മിഡ് ക്യാപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 200 പോയിൻ്റൊക്കെ നിങ്ങൾക്ക് ഔട്ട് ഓഫ് മണി ചെയ്യാൻ പറ്റും. പക്ഷേ ഓരോ ദിവസം കുറയും തോറും നമ്മൾ അതനുസരിച്ച് സ്ട്രൈക്കിൻ്റെ ലെവലുകളും കുറച്ച് കൊണ്ടുവരും. അപ്പം വീഡിയോ ഇച്ചിരി നീണ്ടുപോയെന്ന് തോന്നും. പക്ഷേ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യണമെന്നും അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിച്ചെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്കുള്ളത് എത്തിക്കാനൂടെ ശ്രമിക്കുക. അപ്പം എന്നെ ഇത്ര നേരം ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു ഓൾ.